LDF നേതൃത്വത്തിൽ നല്ലേപ്പിള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് UDF സർക്കാർ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. മാർച്ചിന് മുന്നോടിയായി പ്രകടനം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. വിജയൻ ഉദ്ഘാടനം ചെയ്തു. റോഡരികിൽ പുല്ല് വൃത്തിയാക്കാൻ തൊഴിലാളികളെത്തിയില്ലെങ്കിൽ, പുല്ല് വെട്ടാൻ യന്ത്രങ്ങളെത്തിയില്ലെങ്കിൽ ആക്സിഡന്റുകൾ നിരവധിയാവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കൊടിഞ്ഞാമ്പാറ പൊള്ളാച്ചി റോഡിൽ ഇരട്ടക്കുളം മുതൽ ഉണ്ടാവുന്ന റോഡിൽ അപകടങ്ങളുടെ നീണ്ട നിരയുണ്ടായത്. ആര് മരിച്ചാലും ദുരിതമാണ്. എന്റെ 3.5 മാസക്കാലമായി കുഴിയടയ്ക്കാൻ ഒഴിവ് കിട്ടിയില്ലേ? ജനപ്രതിനിധികൾക്ക് മന്ത്രിമാരുണ്ടല്ലോ, ജനപ്രതിനിധികളുണ്ടല്ലോ, എന്തേ നിങ്ങൾക്ക് ഒഴിവ് കിട്ടാതിരുന്ന്? ഇതാണ് പ്രശ്നം. ഗ്രൗണ്ട് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് വേണം സമരമുദ്രാവാക്യങ്ങൾ ഉയർത്താൻ. നിങ്ങൾക്കത് കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ നടപ്പിലാക്കുന്ന നയങ്ങളാണ് പ്രശ്നം. ആ നയങ്ങൾ ജനവിരുദ്ധമായാൽ ജനങ്ങളെ സംഘടിപ്പിച്ച് സമരമുഖത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, കൃഷിക്കാർ, സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, അങ്ങനെയാണല്ലോ പ്രിയപ്പെട്ടവരെ നാടിന്റെ എല്ലാ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ജനങ്ങൾ ആയിരുന്നോ UDF ചെയ്തത്? അതാണോ UDF കഴിഞ്ഞ കാലങ്ങളിൽ ആവർത്തിച്ചത്? ഞങ്ങൾ ചോദിക്കുന്നത്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഒരു ഭാഗത്ത് പുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടപ്പോ UDF ആകെ ചെയ്തത് ഇപ്പൊ ജനങ്ങൾക്ക്, നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും, ഞങ്ങൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ മകനെ ഞങ്ങൾക്ക് നഷ്ടമാവും. ഞങ്ങൾക്ക് ഡെയിലി സൗജന്യമായി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാനോ ആ ഓർഡിനറി ബസ്സിൽ കയറി നല്ല നഷ്ടമുണ്ട്. ആയിക്കോട്ടെ, ഒരു തവണ പോകും കൃഷ്ണഭഗവാനെ തൊഴാൻ. നാളേക്കും അത് തന്നെയാകുമോ? NV ഹക്കീം അധ്യക്ഷനായി. വിവിധ കക്ഷി നേതാക്കളായ വിനോദ് ബാബു, B. വിനു, MV ധന്യ, മുത്തലീഫ്, നിഷാദ്, K. സതീഷ്, P. മുരളീധരൻ, സുരേഷ് ബാബു, മിനി മുരളി എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.